അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 35-ാമത്തെ വാക്യം. നിന്നെ അധികാരിയും ന്യായകർത്താവുമാക്കിയതാ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപ്പറപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരി വീണ്ടെടുപ്പുകാരനുമാക്കി അയച്ചു. ദൈവത്തിന്റെ ദാസനായ മോശയെ കുറിച്ച് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം അറിയിപ്പാൻ ഇടയാക്കുന്നു. ഇന്ന് അതിന്റെ ബാക്കി ഭാഗം എന്നോണം ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ വരുന്ന പ്രാർത്ഥനയും ദൈവാത്മാവ് ഓർപ്പിച്ച സന്ദേശങ്ങളാണ് ഇന്ന് ഇവിടെ ഓർപ്പിക്കുന്നത്. മോശയെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു. പ്രതികൂല സാഹചര്യങ്ങൾ, അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളാണ് മോശ ജനിച്ചത്. പക്ഷെ ദൈവത്തിന് മോശയെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. മോശ ദൈവത്തിന് വിലപ്പെട്ടവനായിരുന്നു. മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് നോക്കിയതുപോലെയല്ല മോശയെ ദൈവം കണ്ടത്. ദിവ്യ സുന്ദരനായിരുന്നു, കോമളനായിരുന്നു, ജ്ഞാനം നിറഞ്ഞവരായി ദൈവം ഭാവിയിൽ കണ്ടവരായിരുന്നു. പക്ഷേ ആ കാലത്ത് മോശ ജനിച്ച കാലം പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളായിരുന്നു. പക്ഷേ മോശയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറാൻ ഇടയായിത്തീർന്നു. മാത്രമല്ല ഈ ആഴ്ച പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ രണ്ട് സഹോദരന്മാർ, തന്റെ കുലത്തിലുള്ള രണ്ട് സഹോദരന്മാർ തമ്മിൽ തർക്കങ്ങളുണ്ടായപ്പോൾ അവരെ സന്ധി സംഭാഷണത്തിന് അതിൽ നിന്ന് സംയമനം പാലിപ്പാൻ വേണ്ടി മോശയുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ അവർ മോശയോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവുമാക്കിയതാര? അവർ പറഞ്ഞ, അവർ തള്ളിക്കളഞ്ഞ, അവർ ചോദ്യം ചെയ്ത മോശയെ അവരുടെ വീണ്ടെടുപ്പുകാരനായി, അവരുടെ രക്ഷകനായി ദൈവം ദൂതൻ മുഖാന്തരം മോശയെ അയച്ച ചരിത്രമാണ് നമ്മൾ കേട്ടത്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇവിടെ ദൈവനിയോഗം സ്വീകരിക്കുന്നതിന് പകരം 5 തരത്തിലുള്ള ഒഴിവുകഴിവുകളാണ് മോശ പറയുന്നത്. പുറപ്പാട് പുസ്തകം നമ്മൾ വായിച്ചു നിർത്തി. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലാണ് വായിച്ചു നിർത്തിയത്. 5 ഒഴിവുകഴിവുകളാണ് മോശ പറഞ്ഞത്. ദൈവം നിയോഗം കൊടുത്തപ്പോൾ, ദൈവം തന്നെ ആ സ്ഥലത്തേക്ക് പറഞ്ഞയക്കാൻ പദ്ധതിയിട്ടപ്പോൾ മോശ പറയുന്ന 5 ഒഴിവുകഴിവുകൾ ഞാൻ വായിക്കുന്നില്ല. ഞാൻ ഓടിച്ച സമയത്തിന്റെ പരിമിതി മൂലം പെട്ടെന്ന് പറഞ്ഞ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആത്മീയ സന്ദേശം ഏറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. 1-ാമത്തെ ഭാഗം 3-ാം അധ്യായത്തിൽ പറയുന്നത് 11 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ എന്തുമാത്രമേ ഉള്ളൂ. ദൈവം തന്നെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചപ്പോൾ താൻ പറയുക, ഞാൻ എന്തുമാത്രമേ ഉള്ളൂ, ഞാൻ ഒന്നുമില്ല. രണ്ടാമത് പറയുന്നുണ്ട്, ദൈവത്തിന്റെ പേരെനിക്കറിയത്തില്ല. മൂപ്പന്മാരുടെ അടുത്ത് എന്ന് ദൈവം എന്നെ അയച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർ പറയും, നിന്റെ ദൈവത്തിന്റെ നാമം എന്താ, നിന്റെ ദൈവത്തിന്റെ പേരെന്താന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പേരെനിക്കറിയത്തില്ല, നെയ്മ് എനിക്കറിയത്തില്ല, നാമം എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്ക് ദൈവത്തിന്റെ നാമം അറിയാത്തത്തോളം കാലം ഞാൻ അവിടെ ചിലപ്പോൾ സംസാരിപ്പാൻ അല്ലെങ്കിൽ മറുപടി കൊടുക്കുവാൻ വാക്കുകൾ ഇല്ലാത്തവരായി തീരുന്നു. അതുകൊണ്ട് 3-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മോശ പറയുക, ദൈവത്തിന്റെ നാമം എനിക്കറിയത്തില്ല. 3-ാമത് പറയുന്നു, മൂപ്പന്മാരെ വിശ്വസിക്കത്തില്ല. ഞാൻ അവരെ ആളായിട്ട് അവരുടെ ലീഡറായിട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ മൂപ്പന്മാർ അതിന് നേതൃത്വം കൊടുക്കുന്നവരൊക്കെ എന്നെ അംഗീകരിക്കണമെന്നില്ല, അവരെന്നെ ചിലപ്പോൾ തള്ളിക്കളയും. 4-ാമത് പറയുന്നു, എന്റെ ഒരു പരിമിതിയുണ്ട്, എനിക്കൊരു കഴിവുകളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വാക്സാമർത്ഥ്യമുള്ളവരല്ല. എനിക്ക് വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ വിക്കുള്ള നാവാ, തടിച്ച നാവാ. വാക്ക് ഈ ഒഴുക്കോടെ പറയാനുള്ള പ്രാപ്തി എനിക്കില്ല മോശയ്ക്ക്. അങ്ങനെ ഒരു കഴിവുകൾ എനിക്കുണ്ട്. 5-ാമത് പറയുന്നു, മറ്റാരെങ്കിലും അയക്കണം. ഈ കഴിവില്ലാത്ത എന്നെ, ഈ ബുദ്ധിമുട്ടുള്ള എന്നെ, ഈ പരിധികളുമുള്ള എന്നെ അയക്കാതെ ദൈവമേ നിനക്ക് ബോധിച്ച വേറെ ആരെങ്കിലും ഒരാളെ അയക്കണമേ. 5 പരിമിതികളാണ്, 5 ഒഴിവുകഴിവുകളാണ് മോശ ദൈവത്തിന്റെ മുമ്പിൽ നിരത്തിയത്. പക്ഷെ മോശയെ ദൈവം വിട്ടില്ല. മോശയെ ദൈവം പോകണ്ടെന്ന് പറഞ്ഞ് നിന്റെ ഒക്കിന് മുക്കളാൻ പാടില്ല. ദൈവത്തിന് പദ്ധതിയുള്ളവരെ, ദൈവത്തിന് ഇഷ്ടമുള്ളവരെ, ദൈവത്തിന് പ്രാണമുള്ളവരെ എത്ര ഒഴിവഴികൾ പറഞ്ഞാലും എത്ര മാറി നിന്നാലും ദൈവം വിട്ടിരിക്കും. അത് മനുഷ്യ തടസ്സമല്ല, ജനിച്ച സാഹചര്യം തടസ്സമല്ല, സഭ തടസ്സമല്ല, ദേശത്തിന്റെ അധിപതികൾ തടസ്സമല്ല. നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, ആ പ്ലാനിൽ എത്തിക്കാൻ ദൈവത്തിന് ഇടമുണ്ടെങ്കിൽ ആരൊക്കെ നോക്കിയാലും തടയാൻ കഴിയത്തില്ല. നോക്കണം, സ്വയമായോ അപ്പനോ അമ്മയോ നാട്ടുകാരോ വീട്ടുകാരോ പാസ്റ്റർമാരോ ആർക്കും ആ വാക്കിൽ നിന്ന് തടയാൻ കഴിയത്തില്ല. എന്തായാലും ഇസ്രായേൽ മക്കളെ താൻ രക്ഷിക്കാൻ കാണിച്ചൊരു ആവേശമുണ്ട്. 2 സഹോദരന്മാർ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ അവരെ ചെന്ന് സന്ധിയിൽ അവരെ മാറ്റാൻ ശ്രമിച്ചു. അപ്പോൾ തന്നെ എബ്രായനായ ഒരാളെ മിസ്രയീമ്യൻ അടിച്ചപ്പോൾ വഴക്കുണ്ടാക്കിയപ്പോൾ അവനെ ഒരാളെ ഉന്തിക്കണം
വർഷത്തെ ആദ്യത്തെ ഘട്ടത്തിൽ ആ കൊട്ടാരത്തിൽ നിന്ന് ലഭിച്ച ജ്ഞാനവും ആ വൈഭവശേഷിയും കായികപരവും ഒക്കെ എടുത്തുകൊണ്ട് തന്റെ സഹോദരനെ ഒരുത്തൻ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ താൻ ചാടി വീണു, അവനെ ഇല്ലാതാക്കി കളഞ്ഞു. ആ ആവേശം 40 വർഷം കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് ദൈവം സംസാരിച്ചപ്പോൾ എന്താ കാണാൻ പറ്റിയില്ല. 40 വർഷം മുമ്പ് ഉള്ള ആവേശം തനിക്ക് കാണാൻ പറ്റിയില്ല. തന്റെ 80ാമത്തെ വയസ്സിലാണ് ദൈവത്തിന് നിയോഗം ലഭിച്ചത്. തന്റെ 80ാമത്തെ വയസ്സിൽ 40 വർഷം കഴിഞ്ഞ് 80ാമത്തെ വയസ്സിലാണ് ജനത്തെ നയിക്കാൻ ദൈവം നിയോഗം എടുത്തത്. തന്റെ അഭിഷേകം ദൈവത്താൽ നിയോഗം പ്രാപിക്കുന്നത്. പക്ഷേ 40ാം വയസ്സിലെ ഊർജ്ജസ്വലതയാണോ 80ാം വയസ്സിലെയാണോ ഞാൻ പറയാൻ തന്നെ അറിയാം. 80ാം വയസ്സിൽ പ്രായാധിക്യം എത്തി ഇക്കാലഘട്ടത്തിൽ അപേക്ഷിച്ച് ക്ഷീണമുണ്ടാകും, മനസ്സിൽ മടുപ്പുണ്ടാകും, ഇതെല്ലാം ശരിയാ. പക്ഷേ 80ാം വയസ്സിൽ താന് ആ 40ൽ കാണിച്ച ഊർജ്ജസ്വലതയൊന്നും മാനുഷികമായിട്ട് തനിക്ക് ദൈവനിയോഗ പ്രകാരം കാണിക്കാൻ കഴിഞ്ഞില്ല. അതൊരു വലിയൊരു ബുദ്ധിമുട്ടായി തന്നെ മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും 40 വർഷത്തിന് മുമ്പ് ഇസ്രായേൽ മക്കളുടെ ഉദ്ധാരകനായി അവരുടെ ന്യായാധിപനായി താൻ ഇറങ്ങിത്തിരിക്കുക. മാത്രമല്ല ഇപ്പോഴത്തെ മോശയുടെ ബലഹീനത 40 വർഷത്തെ വാസം മോശ പല കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. 40 വർഷം ആ മിദ്യാനിലായിരുന്ന സമയത്തെ ആ വാസമുണ്ടല്ലോ, ആ പരിചയം, അത് പല കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഇടയായിത്തീർന്നു. ഈ ഫറവോന്റെ അടുക്കലേക്ക് പോകാൻ എന്നോട് പറയണമെന്നാണ് മോശ പറയുന്നത്. ഫറവോന്റെ അടുക്കലേക്ക് പോകാൻ എന്നോട് പറയരുത്. ആ കൊട്ടാരത്തിലേക്ക് സ്വയമായിട്ടൊരു തിരിച്ചറിവാ, ഞാൻ അയോഗ്യനാ, ഞാൻ ബലഹീനനാ, ഞാൻ അപ്രാപ്തനാ, എനിക്ക് പോകാൻ കഴിവില്ലെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി. ആ തിരിച്ചറിവ് താൻ സ്വയം വെളിപ്പെടുത്തുക, സ്വയത്തെ കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാട്. ഞാൻ അങ്ങോട്ട് ഞാൻ എന്തുമാത്രമേ ഉള്ളൂ, ഞാൻ ഒന്നുമില്ല. സ്വയത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ എത്ര ഉയർന്നാലും എത്ര ഉന്നതത്തിൽ പോയാലും എത്ര നല്ല രീതിയിൽ മുൻപോട്ട് ദൈവം അവസരം നൽകിയാലും, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എന്നെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഒന്നുമില്ല എന്തുമില്ല എന്നുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിൽ അതിന്റെ ദൈവത്തിന്റെ കാര്യം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ സ്വയത്തെ കുറിച്ചുള്ള ചില പിള്ളേരുണ്ടല്ലോ, പഠിക്കാൻ ചില പൂർത്തിയിരുത്തി കഴിഞ്ഞാൽ പഠിക്കാനായി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും മണ്ടന്മാരായിട്ട് കരുതും. ബാക്കി എല്ലാവരും മുമ്പിൽ നടപ്പും ഇരിപ്പും പോക്കും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആളെ കാട്ടി വലിയൊരു ആള് ഇല്ലെന്ന് ചിലപ്പോൾ തോന്നും. പക്ഷേ നോക്കണം, അവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്നത്, അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, സ്വയത്വത്തിന്റെ മുമ്പിൽ തന്റെ ഒന്നുമില്ലാത്ത അവസ്ഥ മുന്നിൽ പറയുക, ദൈവം പറഞ്ഞിട്ട് പോയി പറയുക, ഞാൻ ഒന്നുമില്ല, എന്റെ വ്യക്തിത്വം ഒന്നുമില്ല, ഞാൻ എന്തുള്ളൂ, എനിക്ക് പോകാൻ കഴിവില്ല, അപ്പോൾ ഞാൻ എന്തുമാത്രമേ ഉള്ളൂ എന്നാണ് താൻ പറയുന്നത്. നമുക്കറിയാം ഫിലിപ്പിയർലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായെന്ന പൗലോസ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നെ ശക്തന. പക്ഷെ ഈ ചിന്തയൊന്നും ആ കാലഘട്ടത്തിൽ ദൈവമായിട്ട് സംസാരിച്ച ദൈവപുരുഷനായ മോശയ്ക്കുണ്ടായില്ല. 40ാം വയസ്സിലെ ഊർജ്ജസ്വലത 80ാം വയസ്സിൽ വന്നപ്പോൾ കാലേബിനെ പോലൊന്നും മോശക്കുണ്ടായില്ല. അന്ന് എന്റെ കൂടെ ദൈവമുണ്ട്, ഞാൻ പോകും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് വാക്സാമർത്ഥ്യമില്ലെങ്കിലും, ഞാൻ വിക്കലാണെങ്കിലും, ഞാൻ തടിച്ച നാളുള്ളവനാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ശക്തനായിട്ട് നിൽക്കുമെന്നുള്ള ചിന്ത തന്നെ ഉണ്ടാകാതെ താന് എന്ത് ചെയ്യുക, തന്റെ ബുദ്ധിമുട്ടുകൾ ദൈവസന്നിധിയിൽ വളർത്തുക. ഇങ്ങനെ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതി. ഈ ചിന്ത ആ സമയത്ത് തന്നെ ഫലിച്ചില്ല, അങ്ങനെ ഉണ്ടായില്ല. മാത്രമല്ല മോശയുടെ 1-ാമത്തെ പ്രശ്നത്തിന് പരിഹാരമായി ദൈവം തനിക്ക് നൽകിയ മറുപടി, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ടാണ്. മോശയുടെ 1-ാമത്തെ പ്രശ്നം, ഞാൻ എന്തുള്ളു കർത്താവേ, ഞാൻ ഒന്നുമില്ല കർത്താവേ, എനിക്ക് പോകാൻ കഴിവില്ല കർത്താവേ, എനിക്ക് പരിമിതിയുണ്ട് കർത്താവേ, എനിക്ക് പ്രതിസന്ധിയുണ്ട്, എനിക്ക് പോകാൻ കഴിയത്തില്ല. പക്ഷേ ദൈവം തന്നോടൊരു കാര്യം പറയുക, എന്താണെന്നറിയാമോ? കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അവിടെ ആ അധ്യായത്തിലുള്ള പുസ്തകത്തിലുണ്ട്, 3-ാം അധ്യായത്തിന്റെ ആ അവസാന ഭാഗം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ഞാൻ നിന്നോട് കൂടി, ഐ വിൽ ബി വിത്ത് യു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ദൈവം ഒരാളോട് അങ്ങനെ പറഞ്ഞാൽ, ദൈവം ഒരാളോട് അങ്ങനെ പ്രോമിസ് ചെയ്താൽ പിന്നെന്തിനാ ഭയപ്പെടുന്നത്? ഇന്നും പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം പലപ്പോഴും ഒറ്റയ്ക്കാണെന്നും നമ്മുടെ ജീവിതത്തിൽ ആരുമില്ലെന്നും നമ്മളെ സഹായിക്കാൻ ആരുമില്ലെന്നും നമ്മളെ റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ലെന്നൊക്കെയുള്ള ചിന്തയുണ്ടല്ലോ. ഈ ചിന്തയുടെ മുമ്പിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ കൂടെ എന്റെ ദൈവമുണ്ട്, എന്റെ കൂടെ എന്റെ കർത്താവുണ്ട്. എന്റെ അപ്പയില്ലെങ്കിലും അമ്മയില്ലെങ്കിലും സഹോദരങ്ങളില്ലെങ്കിലും സഭാവിശ്വാസികളില്ലെങ്കിലും ഇവരുടെയൊക്കെ കൂട്ടുകാരൻ നമുക്ക് അനുഗ്രഹമാണ്. പക്ഷെ ഇത് പറയുന്നത്, എന്നോട് കൂടെ കർത്താവുണ്ടെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ട് മകനെ, ഐ വിൽ ബി വിത്ത് യു,
37 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി 37 8-ാമത്തെ വാക്യം. ഉൽപ്പത്തി നോക്കണേ, തന്നെ പറയുകയാണ്. അവിടെ പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ രാജാവാകുമോ, നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവന്റെ വാക്ക് നിമിത്തവും അവനെ പകയ്ക്കുകയും അധികം ദുഷിച്ചു. Are you indeed to reign over us? Are you indeed to rule over us? So they hated him. അവനെ വെറുത്തെന്ന, പകച്ചെന്ന, നിന്ദിച്ചെന്ന വിഷ്ണുക്കകത്തോട്ട് കാണുന്നത്. നിന്ദിച്ചു, പകച്ചു, ആക്ഷേപിച്ചു, തള്ളിക്കളഞ്ഞു. ആർക്കു മുമ്പിൽ അവനൊരു ഒരു ഒരു നിന്ദാവാക്കായി മാത്രം കണ്ടുകൊണ്ട് അവൻ സംസാരിച്ചു. നീ ഞങ്ങളെ രാജാവായിട്ട് വാഴുന്നു, നിന്റെ സ്വപ്നം ഞങ്ങളെ വാഴുന്നു, നിന്റെ അധികാരം ഞങ്ങളുടെ മേലെടുക്കുന്നു. പക്ഷേ ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്, ദൈവം വിശ്വസ്തനാണ്. യോസഫിനെ കുറിച്ച് പഠിച്ചാൽ പറയുന്നത് യോസഫ് ഫലപ്രദമായിട്ടുള്ള വൃക്ഷമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മോശെ നിനക്ക് തന്നെ ചിലപ്പോൾ ചെറുതായി തോന്നിയേക്കാം, നിനക്ക് പരിമിതികൾ ഉണ്ടായേക്കാം, നിനക്ക് നീ ജനിച്ച സമയം ശരിയല്ലായിരിക്കാം, അനുകൂലമല്ലാത്ത സാഹചര്യത്തിലായിരിക്കാം നീ പോകുന്നത്. നിന്നെ കുറിച്ച് പലരും വില കൽപ്പിച്ചിട്ടുണ്ട്, നീ ഇത്രയും പോകത്തുള്ളത്. പക്ഷേ നീ ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തനാണെങ്കിൽ, ദൈവത്തിന് മുമ്പിൽ ക്ലിയറായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്നെ മാനിക്കുന്ന ദൈവമുണ്ടെന്ന് ഈ ഞായറാഴ്ചയിൽ ഞാൻ ദൈവത്തോട് പറയുക. എന്താ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. 19-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. 39-21. നോക്കണേ, ദൈവം ഉയർത്തുന്ന ഘട്ടം ഘട്ടമായിട്ടുള്ള ചില കാര്യങ്ങളാണ്, ചില വിഷയങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. മോശയുടെ അനുഭവത്തിൽ പരിശീലനത്തിനും മനസ്സിലാക്കാനും ഒരു ബ്രാക്കറ്റ് പീരീഡ് ദൈവമക്കൾ മനസ്സിലാക്കണം. എല്ലായ്പ്പോഴും ചാടി കയറി, ഞാൻ എപ്പോഴും പറയാം, UKG കഴിയുമ്പോഴത്തേനും മക്കളുടെ കല്യാണം കഴിഞ്ഞ് അടുത്ത 1-ാം ക്ലാസ്സിൽ കയറുമ്പോഴത്തേനും അവർ ഗൾഫിൽ പോയി അമേരിക്കയിൽ പോയി പൈസ ഉണ്ടാക്കി എല്ലാവരുടെ മുമ്പിൽ ജനകീയമായിട്ട് നടക്കുന്ന ചിന്തയുണ്ടല്ലോ, പെട്ടെന്ന് ഫാസ്റ്റ് ഫുഡ് സംസ്കാരം. അങ്ങനെ ചിലപ്പോൾ നടക്കത്തില്ല. ചില 40 വർഷം നിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളാണെങ്കിൽ, ചിലപ്പോൾ നന്മയാണെങ്കിൽ ഒരു കയറ്റത്തിൽ ഇറക്കമുള്ളതുപോലെ ചില പ്രതിസന്ധിയിൽ കൂടെ, വേദനയിൽ കൂടെ, കഷ്ടതയിൽ കൂടെ, ചില ബുദ്ധിമുട്ടിൽ കൂടെ നിന്നെ പഠിപ്പിക്കാൻ പോകുമ്പോൾ നീ ദൈവത്തോട് പിറുപിറുക്കരുത്, നീ ദൈവത്തെ ചുണ്ടരുത്, ദൈവത്തെ ആരാധിക്കാതെ വീട്ടിൽ ഇരിക്കരുത്, കൈയടിക്കാതെ സ്വത്രം പറയാതെ ഇരിക്കരുത്, ദൈവത്തോട് പിണങ്ങി ഇരിക്കരുത്. പിന്നെയോ നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി ചില ബ്രാക്കറ്റ് പീരീഡ് ദൈവം ഇത് പല വിശ്വസിച്ച് എനിക്കുണ്ടായിട്ടുണ്ട്. 1 10 അല്ല, എത്രയോ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കരഞ്ഞിട്ടുണ്ട്, വേദനപ്പെട്ടിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടുണ്ട്, പ്രയാസപ്പെട്ടിട്ടുണ്ട്, നിന്ദ കേട്ടിട്ടുണ്ട്, ആക്ഷേപം കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊരു ബ്രാക്കറ്റ് പീരീഡാണ്, അതൊരു ബ്രാക്കറ്റ് പീരീഡാണ്. അതിന്റെ അകത്തൂടെ നടത്തുന്നത് എന്തിനാണെന്നറിയാമോ? പഴി പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ടിരിക്കാനല്ല, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. പിന്നെയോ ദൈവമുഖത്തേക്ക് നോക്കി, കർത്താവേ ഞാൻ ഒന്നുമില്ല, ഞാൻ ദൈവസന്നിധിയിൽ കാണുന്നു, എന്റെ വേദനയുടെ അനുഭവം അങ്ങ് കാണുന്നു, എന്നെ ഒരു നല്ല മാനപാത്രമായി മാറ്റാൻ അങ്ങേക്ക് ഹിതമുണ്ടെങ്കിൽ അതിനാണ് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അവിടെ പറയുന്നു 19-21 വായിച്ചേരെ. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. 40-23 വായിച്ചേരെ. അതിന്റെ ചേർന്ന് 40-23. ദൈവം കൂടെ ഉണ്ടെങ്കിൽ, ആദ്യം പറഞ്ഞല്ലോ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന്. ദൈവം കൂടെ ഇരുന്ന്, ദൈവത്തെ അകറ്റിക്കളയരുത്. ദൈവം കൂടെ ഇരുന്ന കാരാഗ്രഹത്തിനകത്തോഴും ദൈവത്തിന്റെ സാന്നിധ്യം തന്നോട് കൂടെ ഉണ്ട്, തന്റെ കൃപ ലഭിച്ചു. പക്ഷെ 40-23 പറയുന്നു, പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേഫിനെ ഓർത്താതെ മറന്നു കളഞ്ഞു. പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയുണ്ട്, അപ്പക്കാരുടെ പ്രമാണിയുണ്ട്. ഈ 2 പ്രമാണിമാരും കൂടെ ഈ പുള്ളിയുടെ കൂട്ടത്തിൽ വന്ന് കിടക്കുക, കാരാഗ്രഹത്തിൽ കിടക്കുക. രാജാവ് പറവൻ കോപിച്ച് 2 കൂടെ പിടിച്ച് അകത്തിട്ടേക്കുക. 2 പേരും നല്ല ആൾക്കാരൊക്കെ ആയിരുന്നു. പക്ഷെ എന്തോ സാഹചര്യത്തിൽ പിടിച്ച് അകത്തിട്ടേക്കുക. എവിടാ വന്നത്? യോസേഫിന്റെ അടുക്കൽ. പക്ഷേ അവർ 2 പേരും സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോൾ ഒരു പുള്ളി ആരും വ്യാഖ്യാനിക്കല്ലേ, കുറച്ചു നാളൊന്നും നിന്റെ അകത്ത് കിടക്കുക. പാനപാത്രവാഹകന്മാരുടെ പ്രമാണി അപ്പക്കാരുടെ പ്രമാണി കൂടെ കിടക്കുക. അപ്പൊ അവർ പറയുന്നു, 2 പേരും പറയാ, ഞങ്ങളൊരു സ്വപ്നം കണ്ടു, വ്യാഖ്യാനം അറിയത്തില്ലെന്ന്, കമന്റ് പറയാൻ അറിയത്തില്ല.
ഈ എല്ലാ ആലോചനയും കേട്ടൊക്കെ ചാടുന്നത് കേട്ടോ. ചിലപ്പോ എന്നോട് പറയുന്നതല്ല ഈ ദേവദാസന്മാരോട് പറയുന്നത്, എന്നോട് പറയുന്നതല്ല നിങ്ങളോട് പറയുന്നത്. ഒരേ ആലോചനയാണെന്നില്ല. ചിലപ്പോൾ ഞാൻ ഇവരോടെല്ലാം ഒരാളോട് പറഞ്ഞാൽ അടുത്ത ആളോട് പറയാനുള്ള അവസ്ഥ. ആ ആളോട് അടുത്ത ആളോട് പറയുമ്പോൾ ആ ആളോട് പറയുന്നതാ പറയുന്നത്. ഈ ആളോട് പറയുന്നത് ഇദ്ദേഹത്തോട് പറയണം, ഇദ്ദേഹത്തോട് പറയേണ്ട അദ്ദേഹത്തോട്, അദ്ദേഹത്തോട് പറയേണ്ട ഇദ്ദേഹത്തോട് പറയരുത്, ഇദ്ദേഹത്തോട് പറയുന്നത് പൊസിഷൻ പോലെ അടുത്ത ആളോട് പറയരുത്. നോക്കണം, അപ്പ പാനപാത്രവാഹന്മാരുടെ പ്രമാണിയോട് പറഞ്ഞതല്ല, അപ്പക്കാരുടെ പ്രമാണിയോട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ദൂരാ പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞത് കുറിച്ച് വെച്ച പ്രസംഗങ്ങളുടെ കോപ്പി അടിച്ചുകൊണ്ടിരിക്കുകയല്ല. ഞാനിത് പകൽ ദൂരാ വിളിച്ചു പറയാം, പ്രാർത്ഥിച്ചിട്ട് പറയുന്നത് ദൂരാ. ഇഷ്ടമുണ്ട് കേട്ടെടുക്കാതെ തട്ടിക്കളയാം. ഞാൻ പറഞ്ഞത് ഇന്ന് പകല് ചെറുതിനെ ദൈവം വിടുതായിരിക്കും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്താ അപ്പക്കാരുടെ പ്രമാണി പറയാ, പാനപാത്രവാഹന്മാരുടെ പ്രമാണിയോട് പറഞ്ഞത് ശുഭാകാംക്ഷയെ കുറിച്ചാണ്, നല്ലൊരു പോസിബിലിറ്റിയാണ്. ഞാന് വിടുതൽ പ്രാപിക്കും. അന്ന് അച്ഛൻ എന്നോടുകൂടെ തൂന്ന് പറഞ്ഞ തല കുടിച്ചിരിക്കുക. അന്ന് പറഞ്ഞു, നിന്നോട് പറയാനുള്ളത് നിന്റെ തല വെട്ടി മരത്തെ എന്ത് ചെയ്യും? തൂക്കും. അതാ പറഞ്ഞത്. ഞാൻ അത് വിവരിക്കാനല്ല. മറ്റേ പുള്ളി അകത്ത് പോയി. അകത്ത് പോകുന്നതിന് മുമ്പ് ഈ പുള്ളി ഒരു കാര്യം പറഞ്ഞു, വസപ്പേ നീ പേടിക്കണ്ട, ഞാൻ അകത്ത് ചെന്ന അവനെ ഒന്നാമത് MLA ആയിക്കഴിഞ്ഞാൽ അല്ലെ മന്ത്രി ആയിക്കഴിഞ്ഞാൽ നിനക്ക് ഞാൻ സഹായിക്കും. വീഡിയോ ഈ വ്യാഖ്യാനം ചർച്ച എഴുതി തരും. ഈ പാവം പിടിച്ചോൾ അന്ന് തൊട്ട് നോക്കിയിരിക്കുക. ഇതിനകത്ത് കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം അവിടെ എനിക്ക് വേണ്ടി ഒരു വർത്തമാനം കേൾക്കുന്നത് പോലെ എനിക്ക് രക്ഷപ്പെടാം. ഞാൻ വെറുതെ ഇല്ലാത്ത നിരപരാധിയായി പിടിക്കപ്പെട്ടതാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് രക്ഷപ്പെടുന്നുള്ള വാർത്തയ്ക്ക് വേണ്ടി. പക്ഷെ ഒന്നും കഴിഞ്ഞ് 2 സംവത്സരം കഴിഞ്ഞു. 2 സംവത്സരം കഴിഞ്ഞപ്പോ ദാണ്ടാ ഈ പുള്ളികൾക്കല്ല ഒരു പുള്ളി തട്ടിപ്പോയി. അപ്പക്കാരുടെ പ്രമാണി ഇല്ലാതായി, പാനപാത്രവാഹന്മാരുടെ പ്രമാണി അകത്ത് പോയി. അകത്ത് ചെന്നപ്പോഴാണ് പരമോനെ ദൈവം സ്വപ്നം കാണിക്കുക. കേട്ടോടെ, ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കിക്കോണം. നിന്നെ രക്ഷിക്കാൻ, നിന്നെ റെക്കമെൻഡ് ചെയ്യാൻ, ശുപാർശ ചെയ്യാമെന്ന് അകത്ത് പോയ പുള്ളി മാറപ്പോ അവിടുത്തെ മെയിൻ പുള്ളിയെ ദൈവം അറിയിച്ചു. മുപ്പാപ്പയുടെ മക്കളൊന്നും അകത്തിരിക്കുന്ന രാജാവിനെ ദൈവം സ്വപ്നം കാണിച്ചത് മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ രാജാവിനെ സ്വപ്നം കാണിച്ചു. രാജാവ് ഒരു കാര്യം ചെയ്തു, അവിടുത്തെ മന്ത്രവാദികളെയും ജ്ഞാനികളെല്ലാം ആളയച്ചു വരുത്തി. കേട്ടോ, ആളയച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. എന്താണ് പിടിക്കുന്നത്? ആർക്കേലും വ്യാഖ്യാനിക്കാൻ പറ്റൂടാ. എല്ലാവരും നിലനിൽക്കാം. എല്ലാവരും കുമ്പിട്ടിട്ട് പോയി. അപ്പോഴാ നമ്മുടെ യോസഫിനെ ഓർക്കാമെന്ന് പറഞ്ഞ പാനപാത്രവാഹന്മാരുടെ പ്രമാണി വരുന്നത് നിൽക്കുന്നത്. എന്താ പുള്ളി പറയുക? ഷോ എനിക്കൊരു അമളി പറ്റി. അത് വായിക്കാം, ഒന്ന് വായിക്കാം. 9-ാമത്തെ വാക്യം, 41-ന്റെ 9-ാമത്തെ 41. അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ഫറവോനോട് പറഞ്ഞത് കേട്ട്, ഇന്ന് ഞാൻ എന്റെ കുറ്റം ഓർക്കുന്നു. മതി. എന്താ കുറ്റം? ഞാൻ അന്ന് ഞങ്ങൾ 2 പുള്ളികളും കൂടെ അപ്പക്കാരനും പാനപാത്രക്കാരനും കൂടെ സ്വപ്നം കണ്ടു. വ്യാഖ്യാനിക്കാതെ അറിയാതെ വിഷമിച്ചിരിക്കുമ്പോ ഞങ്ങള് യഥാർത്ഥമായി വ്യാഖ്യാനിച്ച ഒരു പുള്ളി അവിടെ കിടപ്പുണ്ടെന്ന്. എത്ര വർഷം കഴിയപ്പെടാം? 2 സംവത്സരം കഴിയപ്പെടാം. ഓർക്കാമെന്ന് പറഞ്ഞ പല പുള്ളികളുണ്ടല്ലോ, പണ്ട് പോയിട്ടുണ്ടല്ലോ, ഉണ്ടല്ലോ. ഓർക്കാം, നമ്മളെ ഓർക്കാമെന്നൊക്കെ പറഞ്ഞേക്കുന്നത് എന്നെയാണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഓർത്തിട്ടില്ല. അത് വേറെ സംഭവം. ഓർക്കാമെന്ന് പറഞ്ഞ പോയ പുള്ളികൾ ദൈവം ഓർപ്പിക്കാൻ വേണ്ടി രാജാവിന് സ്വപ്നം കൊടുക്കുക. ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഈ 100 കേട്ടോളൂ, കേട്ടോളൂ. നാളെ ഞങ്ങൾക്ക് പറയത്തില്ല. അപ്പൊ ഓർക്കാമെന്ന് പറഞ്ഞ പുള്ളികൾ ഓർക്കാതിരുന്നപ്പോ രാജാവിന് സ്വപ്നം കാണാൻ ഒരു അവസരം കൊടുത്തിട്ട് രാജാവിനെ എഴുന്നേൽപ്പിച്ചു. ഇതിന്റെ അകത്ത് ഇടയ്ക്കാൻ ജീവിതത്തിന് ആളെ വേണ്ട. ഒരാളുണ്ട്, എനിക്ക് ഇപ്പോഴാണ് എന്റെ കുറ്റം ഓർക്കുന്നത്. അന്ന് ഞങ്ങളെ കൃത്യമായിട്ട് ഓർത്തത് ഒരാളെ തലവെട്ടി മറ്റേ തൂക്കി ഞാൻ രക്ഷപ്പെട്ടു. അയ്യോ, ആ എബ്രായ യൗവനക്കാരൻ എന്നാ പറഞ്ഞത്, പേര് പോലും അല്ല പറഞ്ഞത്. ആ എബ്രായ യൗവനക്കാരൻ ആ വ്യാഖ്യാനിച്ചത് ആ പുള്ളിയോടൊന്ന് ചോദിച്ചാൽ മന്ത്രിവാദികളും ശകലവാദികളും ജ്ഞാനികളും എല്ലാം തോറ്റെടുത്ത് ഒരുത്തരെ ദൈവം കൊണ്ട് കുണ്ടറയ്ക്കാൻ തിട്ടേക്കുക, കാരാഗ്രഹം തിട്ടേക്കുക, അവരെ കൊണ്ട് പറയിക്കാൻ, അവരെ ഉയർത്താൻ. എന്താ നീ ഞങ്ങളുടെ രാജാവായിട്ട് വാഴുമെന്ന് അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ ചോദിച്ചില്ലയോ? അവിടെ ദൈവം, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുകൊണ്ട് സൈൻ ചെയ്തിട്ടേക്കുക. ദൈവത്തിന്റെ കൈ അപ്പോൾ കിടക്കുക. നമ്മൾ
ദൈവം ഓർപ്പിക്കുന്നവൻ. ഇന്ന് പകൽ നേരെ ഒരു വിഷയത്തിന് മുമ്പിൽ ഞാൻ ഇന്നാരോട് ഇന്നത് പറഞ്ഞ് കർത്താവ് 5 വർഷം കഴിഞ്ഞു, അവർ മറന്നു. പക്ഷെ അവരിൽ കൂടെ ആയിരിക്കണമെന്നില്ല, വേറെ ഏതെങ്കിലും മാർഗത്തിൽ കൂടെ ദൈവം വഴികൾ ഒരുക്കാൻ, മാർഗം ഒരുക്കാൻ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ പറയട്ടെ, ആ വചനം ശരിക്കും ധ്യാനിച്ചിട്ടാണ് ഇന്ന് ദൂരെ വിളിച്ചു പറയുന്നത്. നിങ്ങൾ വായിച്ചാലും അതിന്റെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അവിടെ ദൈവം ആ വ്യക്തിക്ക് വേണ്ടി, യോസഫിന് വേണ്ടി, അപ്പനും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങൾ നിന്ദിച്ച യോസഫിന് വേണ്ടി ദൈവം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ആ വ്യാഖ്യാനം പറഞ്ഞവർ, സപ്പോസ് ഞാൻ നിന്നെ റെക്കമെൻഡ് ചെയ്യാം, ഞാൻ നിന്നെ ശുപാർശ ചെയ്യാമെന്ന് പറഞ്ഞവർ അവർ പറഞ്ഞു കളഞ്ഞപ്പോൾ അവിടെ കൊണ്ടുവന്ന് രാജാവിനെ സ്വപ്നം കാണിച്ച് ഓർപ്പിച്ച് അവരുടെ മുമ്പിൽ കൊണ്ടെത്തിച്ച ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ടല്ലോ, ദൈവത്തിന്റെ പദ്ധതി ആർക്കേലും കാണാൻ പറ്റുമോ? ഇന്ന് പകൽ മനസ്സിലാക്കിക്കോണം, ദൈവത്തിന്റെ പദ്ധതിയെ നമ്മുടെ ചെറിയ കുരുട്ട് കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയത്തില്ല. നീ മറന്നാൽ നിന്നെ കൊണ്ട് വീണ്ടും റെക്കമെൻഡ് ചെയ്യിപ്പിക്കുന്നവരാ പാനപാത്രമാകുന്നത്. നീ മറന്നുപോയാലും നിന്നെ കൊണ്ട് തന്നെ റെക്കമെൻഡ് ചെയ്യിപ്പിക്കുന്നവരാ. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ കടന്നു വന്നിരിക്കുന്ന ദൈവസഭയുടെ ദൈവമക്കളെ, നീ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ, നീ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ആദരിക്കുന്ന വിഷയങ്ങളെ നിന്നവർ കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ നീ പിന്നോട്ട് പോകരുത്, നീ ബലഹീനപ്പെട്ടു പോകരുത്, കോവിഡ് നിന്നെ തളർത്തരുത്, ബലഹീനപ്പെട്ടു പോകരുത്, അധൈര്യപ്പെട്ടു പോകരുത്. കുഞ്ഞെ, നിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഒരു പതിനായിരത്തിന് വേണ്ടിയല്ല, നീ ആത്മീയമായിട്ട് നന്നായിട്ട് പോയാൽ നിനക്ക് വേണ്ടി ദൈവം ചെയ്യും. നീ ആത്മീയമായിട്ട് പിന്നോട്ട് പോയാൽ നിന്റെ വഴി ദൈവം അടയ്ക്കും. അതിന്റെ പറയും വിശ്വസ്തനായി ദൈവത്തിന് മുമ്പിൽ നിന്ന് യോസഫ് ആത്മാർത്ഥതയോടെ നിന്നപ്പോ നിനക്ക് നല്ല ജോലി കിട്ടിയാലും, നിനക്ക് നല്ല ഉന്നത സ്ഥാനം കിട്ടിയാലും, നീ പഠിച്ചു വലുതായാലും, നല്ല വീട് കിട്ടിയാലും, നല്ല സംവിധാനത്തിലൊക്കെ നീ ജീവിച്ചാലും, നല്ല ശുശ്രൂഷ നിനക്ക് തന്നാലും, നീ ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായി നിന്ന നിന്നെ കൈവിടുന്നവരല്ല എന്റെ കർത്താവ്. ഹല്ലേലൂയ. ഒരു എബ്രായ യൗവനക്കാരൻ എന്ന് പറഞ്ഞ് അവിടെ പറയുക, എബ്രായ യൗവനക്കാരനെ മറന്നടത്ത് എബ്രായ യൗവനക്കാരനെ ഒന്നുകൂടെ ഓർപ്പിക്കുക. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ ജീവിപ്പിക്കണം. സംവത്സരങ്ങൾ കഴിഞ്ഞാലും, ദിവസങ്ങൾ കഴിഞ്ഞാലും, മാസങ്ങൾ കഴിഞ്ഞാലും എന്നെ കുറിച്ച് കർത്താവ് രഹിതം വെളിപ്പെടണമേ. എല്ലാ കണ്ണുകൾ ദൈവസ്ഥലിൽ കടയട്ടെ. ഞാൻ അടുത്ത ബാക്കി ഭാഗം പറയാം. നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവും അധികാരിയുമാക്കിയത് ആരാണ്? ചോദിച്ചവരുടെ വീണ്ടെടുപ്പുകാരനായി മോശയെ അഭിഷേകം ചെയ്ത ദൈവം അയച്ചെങ്കിൽ ഇന്ന് പറയട്ടെ, നീ താഴ്മയോടെ ദിവസത്തിൽ ഇരിക്കുക. വഴി തുറന്നില്ലെന്നോ ജീവിതം കണ്ടില്ലെന്നോ പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക, ദൈവത്തിൽ ആശ്രയം വെക്കുക. ദൈവദാസന്മാർ പറയുന്നു, വചനങ്ങൾ ഏറ്റെടുക്കുക. ആരും നിന്നെ കളിയാക്കിയാലും ആത്മീയമായി പുഷ്ടിയോടെ മുൻപോട്ട് പോകുക. നിനക്ക് ദൈവഹിതം പറഞ്ഞിട്ടുണ്ട്. ദൈവഹിതത്തെ മറിച്ചുകൊണ്ട് യാത്ര ചെയ്യരുത് കേട്ടോ. ദൈവഹിതത്തെ അപ്പോൾ ഞാൻ പറയുന്നു, യോസഫേ, നിനക്ക് ദൈവഹിതമുണ്ട്, പക്ഷെ നീ ദൈവഹിതത്തെ മറിച്ചുകൊണ്ട് യാത്ര ചെയ്യരുത്. ദൈവഹിതത്തെ മറിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ നിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടത്തില്ല. 1000 പാസ്റ്റർമാരെ കൊണ്ട് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചാലും ദൈവഹിതത്തെ മറിച്ചുകൊണ്ട് യാത്ര ചെയ്താൽ ദൈവം നോക്കത്ത് പോലും. സാമ്പാസ്റ്റല്ല 500 സാമ്പാസ്റ്റർമാരോട് പ്രാർത്ഥിച്ചാലും ഒന്നും നടക്കത്തില്ല. ഇന്ന് പറയട്ടെ, ആരും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവേ, ഞാൻ ഈ കുണ്ടറക്കകത്താണ്, കാരാഗ്രഹത്തിനകത്താണ്, എന്നെ റെക്കമെൻഡേഷൻ ചെയ്യാൻ ആരുമില്ല, എന്നെ ശുപാർശ ചെയ്യാൻ ആരുമില്ല, എന്നെ ശുശ്രൂഷയ്ക്ക് വളർത്താൻ ആരുമില്ല, എനിക്കൊരു അഡ്മിഷൻ തരാൻ ആരുമില്ല, എന്റെ ജീവിതത്തിൽ അങ്ങല്ലാതെ ആരുമില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരു നിമിഷത്തോടെ കണ്ടുകളിക്കാം. അടുത്ത ആഴ്ച ബാക്കി ഭാഗം പറയാം. നിന്ദിക്കപ്പെട്ടതിനെ ഉയർത്തുന്നതിനാ ദൈവം സൈൻ ചെയ്തിരിക്കുന്നതിനെ തുടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവം കയ്യപ്പെട്ടിരിക്കുന്നതിനെ ആർക്കും തുടച്ചു മാറ്റാൻ കഴിയത്തില്ല. നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവും ആക്കിയത് ആരാണെന്ന് ചോദിച്ചതിന് മുമ്പിൽ മാനിച്ച് ഘട്ടം ഘട്ടമായി എത്തിക്കേണ്ട സ്ഥലത്ത് ചില പരിശോധനയിൽ കൂടിയാണെങ്കിലും ദൈവമഹത്വം ദർശിപ്പാൻ ദൈവം അവസരം കൊടുത്തു. യോസഫേ, സ്വപ്നത്തിന്റെ പേരിൽ നിന്ദിക്കപ്പെട്ടു, നിന്റെ സഹോദരന്മാർ നിന്നെ വെറുത്തു, നിന്നെ ആക്ഷേപിച്ചു, നിന്നോട് നിന്നാ വാക്കുകൾ പറഞ്ഞു. പക്ഷേ അതിനു മുമ്പിൽ ദൈവത്തിന്റെ സമയമായപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചതിന് പിന്നിൽ പക്ഷേ മാനിച്ച ദൈവം വിശ്വസ്തൻ. കണ്ണുകൾ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം.